എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1382 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഇന്നലെ നമുക്ക് ക്ലാസ് എടുത്ത ജഗദീശൻ ലക്ഷ്മണൻ ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ ആലപ്പുഴമ്പ കാങ്കോൽ APHCയിലെ മെഡിക്കൽ ഓഫീസറാണ്. 20 വർഷത്തിലധികം ചികിത്സാ പരിചയമുള്ള ഡോക്ടർ ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഇന്നലെ നമുക്ക് മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്, പ്രത്യേകിച്ചും വായുവിൽ കൂടി പകരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് എടുത്തു. അതിന് തുടർച്ചയായി രണ്ടാം ഭാഗമായിട്ട് വീണ്ടും മഴക്കാല രോഗങ്ങളും ഹോമിയോപ്പതി പ്രതിവിധികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജഗദീശൻ ലക്ഷ്മണനെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ, ക്ലാസ് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഓക്കെ. നമ്മൾ ഇന്നലെ വായുജന്യ രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴക്കാല രോഗങ്ങൾ, ബാക്കിയുള്ള രോഗങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്നാൽ ജലജന്യ രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജലജന്യ രോഗങ്ങളിൽ ഛർദി, അതിസാരം, കോളറ, വയറിളക്കം, വൈറൽ പനി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്ത രോഗങ്ങൾ. ഇതിൽ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നു. കടുത്ത പനി, ദേഹവേദന, വയറുവേദന, കണ്ണിന് മഞ്ഞ നിറം, ആഹാരത്തോട് വെറുപ്പ്, മൂത്രത്തിന് മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിൽ കാണുന്നത്. പിന്നെയുള്ളത് ടൈഫോയിഡ് ആണ്. വൈറ്റ് കോട്ടിംഗ് ഓഫ് ദ ടങ്, സാൽമോണല്ല ടൈഫിയാണ് ഉണ്ടാക്കുന്നത്. രോഗികളുടെ വിസർജ്യ വസ്തുക്കൾ കലർന്ന വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് ടൈഫോയിഡ് പകരുന്നത്. ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ഇടവിട്ട 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പനി, തലവേദന, ക്ഷീണം, ശരീരത്തിൽ പാടുകൾ, വിശപ്പില്ലായ്മ, വയർ വീർക്കുക, പച്ച നിറത്തിൽ വയറിളക്കം, കുടലിലെ രക്തസ്രാവം, അർദ്ധബോധാവസ്ഥ. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഹൈ ഫീവർ ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവാം, റാഷസ് ഉണ്ടാവും, ചുവന്ന പാടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വയറുവേദന, വയറിളക്കം, അതേസമയം വയറ്റിൽ നിന്ന് മലബന്ധം ഉണ്ടാവാറുണ്ട്, വെയിറ്റ് ലോസ് ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, അതുപോലെ വായിൽ ഒരു വെള്ള നിറത്തിലുള്ള ഒരു കോട്ടിങ് ഉണ്ടാവും, വയറ് വീർത്തിട്ടുണ്ടാവും, അതുപോലെ തലവേദന. ഇത്രയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായി ടൈഫോയിഡിന് കാണുന്നത്. വൈറൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ വൈറൽ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ കോളറ, ഛർദി, അതിസാരം. അതിസാരം നമുക്ക് പറഞ്ഞാൽ നമ്മൾ കോളറ, അതിസാരം എന്നൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. വർദ്ധിച്ച ദാഹം, പൊഴിഞ്ഞു താണ കണ്ണുകൾ, വരണ്ട വായും ചുണ്ടുകളും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടാവും. ഈ വയറിളക്ക രോഗങ്ങൾക്കെല്ലാം നല്ല ദാഹം ഉണ്ടാവാം, പൊഴിഞ്ഞു താണ കണ്ണുകൾ, വരണ്ട വായും ചുണ്ടുകളും, മൂത്രത്തിന്റെ അളവ് കുറയുക. മൂത്രത്തിന്റെ അളവ് കുറയുന്ന വെച്ചാൽ ഒരു വാർണിംഗ് സൈൻ ആണ്. കുഞ്ഞുങ്ങളിൽ താഴ്ന്ന ഉച്ചി, പേശികളിൽ കോച്ചു വലിപ്പ്, രക്തസമ്മർദ്ദം കുറയുക, ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ വർദ്ധിച്ച നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളാണ്. ORS ലായനിയോ, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, മോരും വെള്ളം, കരിക്കും വെള്ളം തുടങ്ങി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ രോഗികൾ എന്ന് വെച്ചാൽ വയറ്റിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് വെള്ളം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുക.
ഛർദ്ദിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല. ഛർദ്ദി നിന്നതിന് ശേഷം നമ്മൾ അല്പാൽപമായിട്ട് വെള്ളം കൊടുക്കേണ്ടതാണ്. അതുപോലെ വയറ്റിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ജലം നഷ്ടപ്പെടുന്നു നോക്കി അതിനനുസരിച്ച് വെള്ളം കൊടുക്കേണ്ടത്. ഏറ്റവും നല്ലത് ORS ലായനിയാണ്. അതേസമയം തന്നെ നമുക്കത് ORS ലായനി കിട്ടിയില്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, മോരും വെള്ളം, കട്ടൻ ചായ, കരിക്കും വെള്ളം, ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികളാണ് മഴക്കാലത്ത് കാണുന്നത്. ചിക്കൻ ഗുനിയ, റോസ് റിവർ ഫീവർ, ഇതിലൊക്കെ എല്ലാ അസുഖങ്ങളും നമ്മൾ ചുറ്റും ഉണ്ടാവണമെന്നില്ല. വളരെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ചിക്കൻ ഗുനിയ, റോസ് റിവർ ഫീവർ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി, വെസ്റ്റ് നൈൽ പനി, റിഫ്റ്റ് വാലി പനി, സെന്റ് ലൂയിസ് എൻസെഫാലൈറ്റിസ്, മന്ദരോഗം, മലമ്പനി. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന മഴക്കാല രോഗങ്ങൾ. അത് പ്രത്യേകിച്ച് കൊതുക് പരത്തുന്നത്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈഡിസ് കൊതുകുകളാണ് പരത്തുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 3 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. എല്ല് നുറുങ്ങുന്ന വേദന, കുളിരോട് കൂടിയ ശക്തമായ പനി, അസഹ്യമായ തലവേദന, ദേഹത്ത് ചുവന്ന തടിപ്പ്, നേത്രഗോളങ്ങൾക്ക് പിന്നിൽ വേദന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. സന്ധികളിലും മാംസപേശികളിലും ഇടുപ്പിലും ശക്തമായ വേദന, വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ, മനം പുരട്ടിയും, ശക്തമായ വയറുവേദന, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അതായത് രക്തത്തിലെ പ്ലേറ്റുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും എല്ലാ വൈറൽ പനിക്കും പ്ലേറ്റുകളുടെ എണ്ണം കുറയാറുണ്ട്. ഡെങ്കിപ്പനി ആണെങ്കിൽ വളരെ കുറഞ്ഞു വരും. അതും വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു വരും. തൊലിക്കടിയിൽ രക്തസ്രാവം, അതായത് കൂടുതലായിട്ടും പ്ലേറ്റുകൾ കുറയുമ്പോൾ തൊലിക്കടിയിൽ രക്തസ്രാവം ഉണ്ടാവും. മോണയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരിക, പ്ലാസ്മ നഷ്ടം എന്നിവ വഴി രോഗം ഗുരുതരമാവുന്നു. ഈഡിസ് കൊതുകുകളാണ് പരത്തുന്നത്. ശക്തമായ വേദന ഉണ്ടാവും, എല്ല് നുറുങ്ങുന്ന വേദന ഉണ്ടാവും, ബ്രേക്ക് ബോൺ ഫീവർ എന്നൊക്കെ അതുകൊണ്ട് അതിനെ പറയാറുണ്ട്. അസഹ്യമായ തലവേദന ഉണ്ടാവും. പ്രത്യേകിച്ച് നേത്രഗോളങ്ങൾക്ക് പിന്നിലാണ് ഇതിന്റെ തലവേദന ഉണ്ടാവുക. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടാവും. പിന്നെ സന്ധികളിലും മാംസപേശികളിലും ഇടുപ്പിലും ശക്തമായ വേദന ഉണ്ടാവും. ഇതേ ലക്ഷണങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്ക് എലിപ്പനിക്കും കാണാറുണ്ട്. ഈ വേദനകൾ, ശക്തമായ വേദന എലിപ്പനിക്കും കാണാം. തലവേദന, പേശിവേദന, ദേഹത്ത് ചുവന്ന പാടുകൾ, കണ്ണുവേദന, നടുവേദന, സന്ധികളിലെ വേദന, ഇത്രയാണ് ഡെങ്കിപ്പനിക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇത് 3 തരത്തിലുള്ളത്. ഒന്ന് സാധാരണ ഡെങ്കിപ്പനി. സാധാരണ ഡെങ്കിപ്പനി പറഞ്ഞാൽ സാധാരണ ഒരു വൈറൽ പനി പോലെ നമുക്ക് വന്നു പോകുന്നതാണ്. പലപ്പോഴും ഒരു 2 ആഴ്ച വരെ നമ്മൾ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഏകദേശം 2 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയുള്ളവർക്കാണെങ്കിൽ അത് തനിയെ മാറിപ്പോകും. ഇതിൽ മരണനിരക്ക് വളരെ കുറവാണ്. ഇതാണ് സാധാരണ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഡെങ്കി ഹെമറേജിക് ഫീവർ ആണ്. ഒന്നിൽ കൂടുതൽ തരം വൈറസുകൾ ഒരുമിച്ച് ബാധിക്കുകയോ അല്ലെങ്കിൽ ഒരിനം വൈറസ് ബാധിച്ച വ്യക്തിയിൽ രണ്ടാമത് മറ്റൊരിനം വൈറസ് ബാധിക്കുകയോ വഴിയാണ് രോഗം ഗുരുതരം. ഒന്നിൽ കൂടുതൽ തരം വൈറസുകൾ ഒരുമിച്ച് ബാധിക്കുക, അല്ലെങ്കിൽ മുമ്പ് ഒരിനം വൈറസ് ബാധിക്കുക, കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഒരിനം വൈറസ് ബാധിച്ചിട്ടുണ്ടാവും, ഡെങ്കിപ്പനി സാധാരണ ഡെങ്കിപ്പനിയായി വന്നു പോയിട്ടുണ്ടാവും. ഇപ്രാവശ്യം മറ്റൊരിനം വൈറസ് ബാധിക്കുകയോ ചെയ്യുമ്പോഴാണ് രോഗം ഗുരുതരമാകുന്നത്. പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം വളരെ കുറയുക വഴി രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങളായ മോണയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരിക ഇതിൽ കാണപ്പെടാറുണ്ട്. അതായത് ഇതിൽ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം വളരെ കുറയാറുണ്ട്. അതുകൊണ്ട് വളരെ കുറയുമ്പോൾ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണും. പ്രത്യേകിച്ച് ഒരു 20,000-ലൊക്കെ താഴെ ആകുമ്പോഴാണ് കാണുന്നത്. പിന്നെ ശക്തമായ വയറുവേദന ഉണ്ടാവും. കറുത്ത നിറത്തിലുള്ള മലം ഇത് കാണും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശരീരത്തിൽ ചുവന്ന പാടുകൾ. പിന്നെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് 3ാമത്തെ വിഭാഗമാണ്. ഇതാണ് ഏറ്റവും ഗുരുതരമായി കാണുന്നത്. നേർത്തതും ദുർബലവുമായ, അതായത് നമ്മൾ ഡെങ്കിപ്പനി 2ാം ഭാഗത്തിന് നമ്മൾ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി റെസ്റ്റ് ഒക്കെ എടുത്തില്ലെങ്കിൽ പലപ്പോഴും അത് ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് പോകും. അല്ലെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ആഹാരമൊന്നും കൃത്യമായി കഴിക്കുന്നില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത് 3ാം ഘട്ടത്തിലേക്ക് കടക്കാം. നേർത്തതും ദുർബലവുമായ നാഡിമിടിപ്പ്, താഴ്ന്ന രക്തസമ്മർദ്ദം, കയ്യും കാലും തണുത്തിരിക്കുക, അസ്വസ്ഥത, ശ്വാസതടസ്സം, ബോധം മറയുക എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും കരൾ വീക്കം, അതായത് പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ബാധിക്കും. കരൾ വീക്കം, കരൾ നാശം, ശ്വാസകോശ നീർക്കെട്ട്, ഹൃദയത്തിലെ നീർക്കെട്ട്, തലച്ചോറിലെ നീർക്കെട്ട് എന്നിവ വഴി രോഗം ഗുരുതരമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ 3 തരത്തിലാണ് ഡെങ്കിപ്പനി ഉള്ളത്. സാധാരണ ഡെങ്കിപ്പനി പറയുന്നത് സാധാരണ വൈറൽ പനി പോലെ വന്നു പോവും. രണ്ടാമത്തത്
ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും. അതായത് മുമ്പ് ഒരു പ്രാവശ്യം നമുക്ക് സാധാരണ ഡെങ്കിപ്പനി വന്നിട്ട് മറ്റൊരു ഇനം വൈറസ് രണ്ടാമത് ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ തരം വൈറസുകൾ ബാധിക്കുമ്പോഴാണ് ഡെങ്കി ഹെമറേജിക് ഫീവർ ഉണ്ടാവാറ്. അതിൽ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. പ്ലേറ്റ്ലെറ്റ് വളരെ കുറയുന്നു. അത് നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്തില്ലെങ്കിലോ നമ്മൾ അല്ലെങ്കിൽ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവരിലൊക്കെ ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് പോകും. ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് പോയി പലപ്പോഴും മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത്. സങ്കീർണതകൾ: 5% രോഗികളിൽ രോഗം ഗുരുതരമായേക്കാം. അതായത് 100 രോഗികളെ ബാധിച്ചു കഴിഞ്ഞാൽ 95% രോഗികൾക്കും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടും. അതേസമയം 5% രോഗികൾ ഗുരുതരമായേക്കാം. കൃത്യമായ ചികിത്സ ലഭിക്കാതിരിക്കുകയോ വിശ്രമിക്കാതിരിക്കുകയോ ചെയ്താൽ മരണം വരെ സംഭവിക്കാം. പരിശോധനയിൽ പ്ലേറ്റ്ലെറ്റ് എണ്ണം വളരെ കുറഞ്ഞ് 1,00,000 താഴെ എത്തുന്നു. 1,00,000 താഴെയല്ല, അത് കുറഞ്ഞു 20,000 താഴെയൊക്കെ എത്താറുണ്ട്. പ്ലാസ്മ നഷ്ടം സംഭവിച്ച് പ്രത്യേകിച്ച് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതല്ല പലപ്പോഴും ഗുരുതരമാക്കുന്നത് പ്ലാസ്മ നഷ്ടം വഴിയാണ്. ഡെങ്കിപ്പനിക്കുള്ള ചികിത്സ: ഡെങ്കിപ്പനിക്കുള്ള ചികിത്സയും പ്രതിരോധ മരുന്നും പ്ലേറ്റ്ലെറ്റ് ഉയർത്തുവാനുള്ള ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഡോക്ടറെ നിർബന്ധമായും കാണുക, ധാരാളം വെള്ളവും പച്ചക്കറികളും കഴിക്കുക, ശരിയായ വിശ്രമം എന്നിവ അത്യാവശ്യമാണ്. ജലാംശവും ലവണങ്ങളും താഴ്ന്നു പോകാതിരിക്കാൻ വെള്ളം ധാരാളം കുടിക്കുക. തീരെ താഴ്ന്നു പോയാൽ IV ഫ്ലൂയിഡ്സ് ആവശ്യമായി വന്നേക്കാം. പ്ലേറ്റ്ലെറ്റ് എണ്ണം വളരെ കുറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൃത്യമായി ഡോക്ടറെ കാണുക, കൃത്യമായി ഫോളോ അപ്പ് എടുക്കുക. കൃത്യമായും അതായത് ആദ്യം തന്നെ ഡെങ്കിപ്പനി വെച്ചാൽ വളരെ പെട്ടെന്നാണ് പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുന്നുണ്ടാവുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കൃത്യമായിട്ട് കുടിച്ചില്ലെങ്കിൽ പലപ്പോഴും പ്ലാസ്മ നഷ്ടത്തിലേക്കും കൂടി പോകും. അപ്പൊ നമ്മൾ മോണിറ്റർ ചെയ്യുക രോഗിയെ എല്ലാ ദിവസവും. അതായത് ഒരു 2 ലക്ഷത്തിനൊക്കെ താഴേക്ക് വന്നു 1 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ പ്ലേറ്റ് ചെക്ക് ചെയ്ത് ചിലപ്പോൾ 40,000 ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം വെച്ച് കുറയും. അങ്ങനെ കുറഞ്ഞ് ഒരു 20,000 വരെ ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷെ എങ്കിലും ഒരു 40 താഴേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതിന് ആവശ്യമായ ട്രീറ്റ്മെന്റ്, അതായത് വളരെ ശ്രദ്ധിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും കൃത്യമായ വിശ്രമവും അതുപോലെ വെള്ളം നല്ലോണം കുടിക്കുകയും ചെയ്യുക. ഇനി അഥവാ അങ്ങനെ തീരെ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ IV ഫ്ലൂയിഡ്സ് ആവശ്യം വന്നേക്കും. അതുപോലെ തീരെ കുറേ 20 താഴേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അതായത് കൃത്യമായി ചികിത്സ എടുക്കാത്ത രോഗികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ് നല്ലോണം കുറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് മാത്രം സ്വീകരിക്കേണ്ടിയും വരും. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നതല്ല, പലപ്പോഴും പ്രശ്നമാകുന്നത് പ്ലാസ്മ നഷ്ടം വഴിയാണ്. പ്രതിരോധ മാർഗങ്ങൾ: രോഗികളെ കടിച്ച കൊതുകിൽ കൂടി മാത്രം പകരുന്നതിനാൽ കൊതുക് നശീകരണം, കൊതുക് വലകൾ, കൊതുക് തിരികൾ, ഫോഗിങ് എന്നിവ വഴി രോഗം പകരുന്നതറിയാം. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, വായുജന്യ രോഗങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് നേരിട്ട് രോഗം പകരും. അതേസമയം ഈ കൊതുകുജന്യ രോഗങ്ങൾ ഒരു രോഗിയെ കടിച്ച കൊതുകിൽ നിന്ന് മാത്രമേ മറ്റൊരാൾക്ക് ആരോഗ്യവാനായ ഒരാൾക്ക് രോഗം കിട്ടുകയുള്ളൂ. അതിനാൽ കൊതുക് നശീകരണം വഴി അല്ലെങ്കിൽ കൊതുക് നമ്മളെ കുത്താതിരിക്കുന്നത് വഴി നമുക്ക് ഈ കൊതുകുജന്യ രോഗങ്ങളെല്ലാം നമുക്ക് തടയാവുന്നതാണ്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് ഈഡിസ് കൊതുകുകളാണ് പരത്തുന്നത്. ഇത് ഇപ്പൊ നമുക്കൊരു 5-6 വർഷം മുമ്പ് നമുക്ക് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഏകദേശം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ചിക്കൻ ഗുനിയ ഒരുവിധം എല്ലാവർക്കും വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും പ്രതിരോധശേഷി കിട്ടിക്കഴിഞ്ഞു എന്ന് കണക്കാക്കാം. ചിക്കൻ ഗുനിയ ഇപ്പം നമുക്ക് വ്യാപകമായിട്ട് കാണുന്നില്ല. ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഡെങ്കിപ്പനി പറഞ്ഞ പോലെ തന്നെയാണ്. ഈ കടുത്ത പനി, സന്ധ്യവേദന, ശരീരവേദന, പേശിവേദന, നീര്, ത്വക്കിൽ പാടുകൾ, തലവേദന, തൊണ്ടവേദന, അസ്വസ്ഥത, ഉറക്കമില്ല, ഇതെല്ലാം കാണും. പക്ഷെ അതേസമയം പ്ലേറ്റ്ലെറ്റ് കുറയുന്നൊന്നും ഉണ്ടാവില്ല. അതേസമയം ഈ ചിക്കൻ ഗുനിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂനി വളയുക എന്നാണ്. ഈ രോഗത്തിന്റെ ഈ പേര് വന്നിരിക്കുന്നത് കൂനി വളയുക. അതായത് അത്രയും കടുത്ത വേദന കൊണ്ട് രോഗി നടക്കുമ്പോൾ കൂനി വളഞ്ഞിട്ടാണ് നടക്കുക. അത്രയും സന്ധിവേദന ചിക്കൻ ഗുനിയക്ക് ഉണ്ടാവും. ഈ ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ ശരിക്കും വർഷങ്ങളോളം ഈ ചിക്കൻ ഗുനിയയുടെ വേദനയായിട്ട് കൃത്യമായിട്ട് മരുന്ന് ആദ്യഘട്ടത്തിൽ എടുത്തില്ലെങ്കിൽ ഈ വേദനയായിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം നടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളത് മലമ്പനിയാണ്. അനോഫിലസ് കൊതുകുകളാണ് പരത്തുന്നത്. രോഗാണു പ്രധാനമായും പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. പനി, കുളിര്, വേറെയും ഇതുണ്ട്, നമ്മൾ ജസ്റ്റ് ഓടിച്ചു പറയാണ്. പനി, കുളിര്, വിറയൽ, വിളർച്ച, ശരീരവേദന, ഓക്കാനം, ഛർദി, പ്ലീഹ വീക്കം, സ്പ്ലീൻ എൻലാർജ്മെന്റ്,
ബോധക്ഷയം എന്നിവയിൽ തുടങ്ങി വൃക്ക, കരൾ, ശ്വാസകോശം, തലച്ചോർ എന്നിവയെ ബാധിച്ച് മരണകാരണമായേക്കാം. നമ്മൾ തന്നെ പറഞ്ഞു, ഇനി ഒട്ടുമിക്ക രോഗങ്ങളും എന്താ ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിലെ പ്രധാന അവയവങ്ങളായ വൃക്ക, കരൾ, ശ്വാസകോശം, തലച്ചോർ ഇവയെ ബാധിച്ചാണ് പലപ്പോഴും മരണകാരണം ആയിത്തീരുന്നത്. മലമ്പനിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഓടിച്ചു വിടുന്നത്. പിന്നെയുള്ളത് ജപ്പാൻ ജ്വരം, തലവേദന, ഇറിറ്റബിലിറ്റി, സഡൻ ഫീവർ, നോസിയ, വോമിറ്റിംഗ്, സ്റ്റിഫ് നെക്ക്. അതായത് എൻസെഫലൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് സ്റ്റിഫ് നെക്ക്, അതായത് കഴുത്താനൊക്കെ പ്രയാസം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. എൻസെഫലൈറ്റിസിന്റെ ലക്ഷണമാണ്. അത് നമ്മൾ ഏത് രോഗം വന്നു, ഏത് പനിയോടുകൂടി സ്റ്റിഫ് നെക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജപ്പാൻ ജ്വരം ക്യൂലെക്സ് കൊതുകുകളാണ് പരത്തുന്നത്. കടുത്ത പനി, ശക്തമായ തലവേദന, കുളിര്, വിറയൽ, ഓക്കാനം, ഛർദി, കഴുത്തിന് വേദന, ബോധക്ഷയം, അപസ്മാരം, അവയവ തളർച്ച, കൈകാൽ തളർച്ച, ശ്വാസതടസ്സം, നാഡീ വൈകല്യങ്ങൾ, ഓർമ്മക്കുറവ് എന്നിവ വന്നിട്ട് മസ്തിഷ്കത്തെ ബാധിച്ച് മരണം സംഭവിച്ചേക്കാം. അതായത് തലച്ചോറിനാണ് ഇതൊക്കെ ഈ ജപ്പാൻ ജ്വരം ബാധിക്കുന്നത്. ഈ മറ്റുള്ളതെല്ലാം, അതായത് കടുത്ത പനി, ശക്തമായ തലവേദന, കുളിര്, വിറയൽ, ഓക്കാനം, ഛർദി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വൈറൽ പനിക്കും അതിന്റെ കൂടെ ഉണ്ടാവും. അതേസമയം തന്നെ ഓരോരോ അസുഖത്തിന് അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതായത് കഴുത്തിന് വേദന അല്ലെങ്കിൽ കഴുത്താനക്കാൻ പ്രയാസമാണെങ്കിൽ എൻസെഫലൈറ്റിസ് ആയിരിക്കാം നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ചും ജപ്പാൻ ജ്വരം ആണോ നമുക്ക് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഡെങ്കിപ്പനി ആണെങ്കിൽ നമുക്ക് നേത്രഗോളങ്ങൾക്ക് പിന്നിൽ വേദന, പ്ലേറ്റ്ലെറ്റ് കുറയുക, പിന്നെ സന്ധികളിലെ വേദനയാണ്. പിന്നെ മലേറിയ ട്രാൻസ്മിഷൻ സൈക്കിള്, പിന്നെ റോസ് ഫീവർ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇവിടെ ഒന്നും കോമൺ ഒന്നുമില്ല. അതിന്റെ പേര് കിട്ടിയിരിക്കുന്ന റോസ് ഫീവർ എന്നുള്ള ട്രാൻസ്മില്ല അവിടെ ഉണ്ടായതുകൊണ്ടാണ് അതിനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങളാണ്. കോമൺ മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. ഇത് ഓസ്ട്രേലിയയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രത്യേകിച്ച് സന്ധിവേദന, ക്ഷീണം, ഇതൊക്കെയാണ്. ഡിപ്രഷനൊക്കെയാണ് ഇതിന്റെ ശേഷം. അതായത് വർഷങ്ങളോട് ചിലപ്പം വേദനയും ക്ഷീണവും ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നതിലാണ് ഈ റോസ് റിവർ ഫീവറിന്റെ പ്രത്യേകത. നമുക്കത്ര പ്രാധാന്യമുള്ളതല്ല. പിന്നെ വെസ്റ്റ്നൈൽ ഫീവർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ഗെറ്റ് വെസ്റ്റ്നൈൽ ഫ്രം ബൈറ്റ് ഓഫ്, അതേപോലെ തന്നെ ഈ കൊതുകുജന്യ രോഗമാണ് വെസ്റ്റ്നൈൽ ഫീവർ എന്ന് പറയുന്നത്. ഇത് ഇതേപോലെ തന്നെ എൻസെഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ എൻസെഫലൈറ്റിസ് ഒക്കെ ആയിട്ടാണ് രോഗി മരണത്തിലേക്ക് പോകുന്നത്. ഇത് മൈൽഡ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് മാത്രമേ ഈ വെസ്റ്റ്നൈൽ ഫീവറിന് ഉണ്ടാവൂ. പിന്നെ റിഫ്റ്റ് വാലി ഫീവർ, ഇതൊക്കെ ഓരോ ഭാഗത്ത് വന്നിരിക്കുന്ന പനികൾ, അതുകൊണ്ടാണ് ആ പേരുകൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഈ മോസ്കിറ്റോ, ഈ കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇതിൽ അതുപോലെ തന്നെ സിവിയർ ഡെങ്കിപ്പനീനെ പറഞ്ഞ പോലെ തന്നെയാണ് റിഫ്റ്റ് വാലി ഫീവറിൻ്റെ പ്രത്യേകത. ശക്തമായ സിവിയർ ആയിട്ടുള്ള ഹെമറോജിക് ഫീവർ ആണ്. അത് അങ്ങനെ മരണത്തിലേക്ക് നയിച്ചേക്കാം. പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ മൈൽഡ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ്. അതായത് ചെറിയ ജലദോഷപ്പനി പോലെയാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഇതിന്റെ സൈക്കിളൊക്കെയാണ്. പിന്നെ സെന്റ് ലൂയിസ് എൻസെഫലൈറ്റിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്യൂലെക്സ് കൊതുകുകളാണ് വരുത്തുന്നത്. ആർഎൻഎ വൈറസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസും വെസ്റ്റ്നൈൽ വൈറസ് ഒക്കെ അതിനെ പോലത്തുള്ള ഒരു അസുഖമാണ് വരുന്നത്. അത് എൻഡമിക് ഇൻ സെന്റ് ലൂയിസ് മിസോറിയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതായത് എവിടെയാണോ ആദ്യമായിട്ട് ഉണ്ടായത് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ഈ രോഗത്തിനൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ പനിയുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചെറിയ കുട്ടികൾ, വീട്ടിലുള്ളവർ തെർമോമീറ്റർ വീട്ടിൽ വാങ്ങി വെക്കുകയും ഇടയ്ക്കിടെ പനി നോക്കുകയും ചെയ്യേണ്ടതാണ്. നല്ല പനിയുള്ളപ്പോൾ നെറ്റിയിൽ സാധാരണ വെള്ളത്തിൽ നനച്ച തൂവാലിടുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും വളരെ തണുത്ത വെള്ളം ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ടാപ്പ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പനിയുള്ള ദിവസങ്ങളിൽ കുളിക്കാതിരിക്കുക. പനിയുള്ളപ്പോൾ വീട്ടിൽ വിശ്രമിക്കുക. മിതമായ ഭക്ഷണം മാത്രം കഴിക്കുക. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. പനി മാറിയാലും ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഇളം ചൂടുവെള്ളത്തിൽ തലയിൽ എണ്ണ തേക്കാതെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പനി മാറിക്കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് തന്നെ അതായത് കുറച്ച് ദിവസമായി എണ്ണയൊന്നും ഇല്ലാത്തതിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ തേച്ച് കുളിപ്പിക്കും. ഇത് പലപ്പോഴും രണ്ടാമത് ഈ പനി തന്നെ വരാനോ അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാവാനോ വളരെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പനി മാറിയാലും ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ
അധികം തലയിൽ എണ്ണ തേക്കാതെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തേക്കുന്നുണ്ട് അല്പം മാത്രം ഉപയോഗിക്കുക. നല്ലോണം തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും രണ്ടാമത് കഫക്കെട്ടിനോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് രണ്ടാമത് രോഗികൾ വരാറുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് മാത്രം പതിവ് പോലെ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പനി കൂടുതലുണ്ടെങ്കിലും 3 ദിവസം കഴിഞ്ഞും പനി പൂർണ്ണമായും മാറിയില്ല എങ്കിലും വീണ്ടും ആദ്യം വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്കാണ് ഡോക്ടർ മരുന്ന് തരിക. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പനി നമുക്ക് പലപ്പോഴും ഏതാണ് എന്ന് നിർണ്ണയിക്കാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ എല്ലാ രോഗികളെയും നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് വിടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 2-3 ദിവസത്തേക്ക് ഡോക്ടർ അതിന്റെ തീവ്രത അനുസരിച്ച് മരുന്ന് കൊടുക്കും. ചിലപ്പോൾ 1 ദിവസത്തേക്ക് നൽകും, ചിലപ്പോൾ 2 ദിവസത്തേക്ക് നൽകും, ചിലപ്പോൾ 3 ദിവസത്തേക്ക് നൽകും. പക്ഷെ ആ പനി ആ 3 ദിവസം കഴിഞ്ഞ് പലപ്പോഴും മാറാറുണ്ട്. മാറിയില്ല എങ്കിൽ അതേ ഡോക്ടറെ കാണുക. അതേപോലെ തന്നെ പനി കൂടുതലുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് തന്നെ ഡോക്ടറെ വീണ്ടും കാണേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധന നടത്തുന്നതാണ്. ഡോക്ടർ ഒരു രക്തപരിശോധന എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പലരും മടി കാണിക്കാറുണ്ട്. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം ഇതിൽ ഏത് തരം പനിയാണ് നിങ്ങൾക്ക് എന്നറിയണമെങ്കിൽ രക്തപരിശോധന പലപ്പോഴും അത്യാവശ്യമാണ്. വളരെ കുറഞ്ഞ പനികൾ മാത്രമേ നമുക്കൊരു ക്ലിനിക്കൽ പരിശോധന കൊണ്ട് കണ്ടെത്താൻ കഴിയൂ. മറ്റു പലതിന്റെയും അടിസ്ഥാന രോഗനിർണയം ചെയ്യുന്നത് രക്തപരിശോധന വഴിയാണ്. പനിയോടൊപ്പം കാണുന്ന കൈകാൽ വേദന, ക്ഷീണം, തലവേദന, മറ്റു ബുദ്ധിമുട്ടുകൾ എന്നിവ പനി മാറിയിട്ടും തുടരുന്നുവെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതായത് പനി മാറിയ ഉടനെ തന്നെ മറ്റു അസുഖങ്ങളൊക്കെ ഇനി തനിയെ മാറിക്കോന്ന് വെച്ച് മാറ്റി നിർത്തേണ്ടതില്ല. പനി മാറിക്കഴിഞ്ഞാലും മറ്റു അസുഖങ്ങളൊക്കെ കഫക്കെട്ട് ഉണ്ടാവാം, ചിലവർക്ക് കൈകാൽ വേദന ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് ആ പനി മാറുന്നത് വരെ മരുന്ന് കഴിക്കുക. കഫക്കെട്ടിനോടൊപ്പമുള്ള തലവേദനയും മൂക്കടപ്പും സൈനസൈറ്റിസിന്റെ ലക്ഷണമാകാം. പനി മാറിയാലും കഫക്കെട്ട് അല്ലെങ്കിൽ അലർജി ഉള്ള, അതായത് പ്രത്യേകിച്ച് ഈ അലർജി ഉള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ കാലാവസ്ഥ മാറുമ്പോഴൊക്കെ ഈ അലർജി ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരിലും ഈ അസുഖങ്ങൾ, ഈ പനി പെട്ടെന്ന് ബാധിക്കവരെ, അല്ലെങ്കിൽ ശ്വാസം മുട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുമയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ, ഈ അലർജി ഉള്ള ആളുകൾ ഈ പനി മാറിയാലും കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്ന ചുമ, ചിലപ്പോൾ വരണ്ട ചുമയൊക്കെയാണ് ഈ അലർജി ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത്. അവര് ചിലപ്പോൾ കുറച്ചുകൂടി മരുന്നുകൾ കഴിക്കേണ്ടി വരും. അതിന് ഡോക്ടറെ കണ്ടതിന് ശേഷം കഫക്കെട്ട്, അലർജി മാറാനുള്ള മരുന്നുകൾ തുടരുക. കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനിക്കും കഫക്കെട്ടിനും ചുമക്കും പ്രതിരോധ ശേഷി കൂടാനും അലർജിക്കും ഏകദേശം ഒരു 2-3 മാസമൊക്കെ ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. കാരണം ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ പനിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തേക്ക് ഒരു കോഴ്സൊക്കെ കഴിക്കേണ്ടി വരും. അത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ പ്രതിരോധ ശേഷി നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാനും ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ അസുഖങ്ങളെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാനും കഴിയും. പിന്നെ മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പകർച്ചവ്യാധികൾ എലിപ്പനി, സ്ക്രബ് ടൈഫോസ്, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും മഴക്കാലത്ത് കാണുന്നത്. എലിപ്പനി എന്ന് പറയുന്നത് പ്രധാനമായും എലിമൂത്രത്തിൽ, എലിയുടെ മൂത്രം മാത്രമല്ല മറ്റു റോഡൻസിന്റെ എല്ലാത്തിനും മൂത്രത്തിൽ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ എലിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് അവിടെ മൂത്രമൊഴിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ, അതുപോലെ കെട്ടിവെക്കുന്ന വെള്ളത്തിൽ നമുക്ക് കാലിലൊക്കെ മുറിവുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഈ എലിമൂത്രത്തിൽ നിന്ന് പെട്ടെന്ന് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പ്രധാനമായും എലിമൂത്രത്തിലുള്ള ലെപ്റ്റോസ്പൈറ എന്ന രോഗമാണ് മുറിവിലൂടെ മനുഷ്യരിൽ കടന്ന് രോഗമുണ്ടാക്കുന്നു. പനി, കുളിര്, തലവേദന, പേശികളിൽ വേദന, കണ്ണിന് ചുവപ്പ് നിറം, ഇത് പലപ്പോഴും എലിപ്പനിക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. വെളിച്ചത്തിൽ നോക്കാൻ പ്രയാസം എന്നിവയിൽ തുടങ്ങി കരൾ, ശ്വാസകോശം, തലച്ചോർ, ഹൃദയപേശി, വൃക്ക എന്നിവയെ ബാധിച്ചു മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ. അതായത് പലപ്പോഴും മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ കാണുന്ന രോഗികളിൽ ചിലപ്പോൾ അത് എലിപ്പനി മൂർച്ഛിച്ചിട്ടാവാം. അതായത് ആദ്യം എലിപ്പനി വന്നു, ചിലപ്പോൾ ഏതെങ്കിലും 3-4 ദിവസം എന്തെങ്കിലും മരുന്നെടുത്തോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് രോഗികൾ ജോലിക്ക് പോകും. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ചികിത്സ തേടാതെ രോഗികൾ ഇരിക്കുകയും, രണ്ടാമത് ഇത് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളാകുമ്പോൾ നോക്കുമ്പോഴേക്ക് പറഞ്ഞാൽ കരളിനെ ബാധിച്ച് വളരെ ഗുരുതരമായിട്ടുണ്ടാവും. പലപ്പോഴും ഇത് അങ്ങനെയാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. അത് കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ മരുന്നെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് എലിപ്പനി എന്ന് പറയുന്നത്. പിന്നെ സ്ക്രബ് ടൈഫസ്, ബുഷ് ടൈഫസ് എന്നും അറിയപ്പെടുന്ന സ്ക്രബ് ടൈഫസ് ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന ഒരുതരം ഇൻട്രാസെല്ലുലാർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ജീവൻ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പകർച്ചവ്യാധിയാണ്. രോഗം ബാധിച്ച ലാർവ ട്രോംബിക്കുലോയിഡ് മൈറ്റ് എന്നാണ് പറയുന്നത്, ചിഗേഴ്സ് എന്ന് പറയും. കടിച്ചാൽ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു റിക്കറ്റ്സിയൻ രോഗമാണിത്. എലിയുടെ ദേഹത്താണ് പലപ്പോഴും കാണപ്പെടുന്നത്.
6 മുതൽ 21 ദിവസം വരെയുള്ള ഇൻക്യുബേഷൻ കാലയളവിന് ശേഷം, അതായത് 10 മുതൽ 12 ദിവസം വരെ സ്ക്രബ് ടൈഫസിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ആരംഭിക്കുന്നു. കൂടാതെ പനി, വിറയൽ, തലവേദന, പിന്നെ അതുപോലെ തന്നെ ലിംഫോഅഡിനോപ്പതി, ലസികാഗ്രന്ഥി വീക്കം ഇതിന്റെ കൂടെ ഉണ്ടാവും. പനി ആരംഭിക്കുമ്പോൾ തന്നെ ഇതിന്റെ കടിയേറ്റ ഭാഗത്ത് ഒരു പാടുണ്ടാവും. ഇത് എവിടെയൊക്കെയാണ് കടിച്ചെന്ന് വെച്ചാൽ അവിടെ ഈ പാട് കാണാൻ പറ്റും. സ്ക്രബ് ടൈഫസിന് അതിന്റെ ഒരു പ്രത്യേകിച്ചുള്ള അതിന്റെ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പുറന്തോലുള്ള ഒരു മുറിവ് പോലെ ഒരു പാട് നമുക്ക് കാണാൻ പറ്റും. സ്ക്രബ് ടൈഫസിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ പനി, തലവേദന, പേശിവേദന, ചുമ, ചിഗർ കടിയേറ്റ സ്ഥലത്തെ കറുപ്പ് കലർന്ന പുറം തൊലിയുള്ള ഒരു മുറിവ് കാണാൻ പറ്റും. ചികിത്സിച്ചില്ലെങ്കിൽ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് മറ്റ് അവയവങ്ങളെയും ബാധിച്ച് സങ്കീർണതകളിലേക്ക് രോഗം പുരോഗമിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വളരെ ഗുരുതരമാവുന്ന ഒരു അസുഖമാണ് സ്ക്രബ് ടൈഫസ്. എന്നുവെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എലിയുടെ ദേഹത്തൂടെ പോകുന്നതാണ്, പക്ഷെ മനുഷ്യന്മാർ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് ആണ്. പിന്നെ മെലിയോയിഡോസിസ്, ഇത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഇത് കൂടുതൽ നമ്മൾ കേട്ടത്. വൈറ്റ്മോർ ഡിസീസ് എന്നൊക്കെ പറയും. മനുഷ്യരിലും മൃഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണ്. മലിനമായ മണ്ണ് അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ വെള്ളം എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് മെലിയോയിഡോസിസ് പകരുന്നത്. ചുഴലിക്കാറ്റ്, കനത്ത മഴ, മറ്റ് കടുത്ത കാലാവസ്ഥ സംഭവങ്ങൾ വന്നതിന് ശേഷം കേസുകൾ വർദ്ധിച്ചേക്കാം. ബുൾഗോഡേറിയ, സ്യൂഡോമല്ല മണ്ണിലും വെള്ളത്തിലും കാണപ്പെടുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഇത് സാധാരണയായി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. മലിനമായ മണ്ണുമായോ വെള്ളവുമായോ നേരിട്ടുള്ള സമ്പർക്കം, മലിനമായ പൊടി അല്ലെങ്കിൽ എയറോസോൾ ശ്വസിക്കുക, അല്ലെങ്കിൽ തുറന്ന മുറിവുകൾ എന്നിവയിലൂടെയാണ് മെലിയോയിഡോസിസ് സാധാരണയായി ലഭിക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ പനി, ചുമ, നെഞ്ചുവേദന, കുരുക്കള്. ഈ കുരുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലിപ്പുറത്ത് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊക്കെ കുരുക്കളും പഴുപ്പും ഉണ്ടാവും. സന്ധിവേദന, ഭാരക്കുറവ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ലക്ഷണങ്ങളെ ഇത് കാണപ്പെടാം. ചില സന്ദർഭങ്ങളിൽ ഇത് ന്യൂമോണിയ, സെപ്റ്റസീമിയ, രക്തത്തിലെ അണുബാധ, അല്ലെങ്കിൽ വിവിധ അവയവങ്ങളിൽ കുരുക്കൾ, ഒരുപാട് വൃക്കയിലാവാ, സ്പ്ലീനിലാവാ, കരളിലാവാ, ശ്വാസകോശല, അവിടെയൊക്കെ കഴിഞ്ഞാൽ പഴുപ്പും കുരുക്കളും ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ചില ആ സ്ഥലത്തെ കടിച്ച മെലിയോയിഡോസിന്റെ ചർമ്മത്തിലുള്ള ചില പാടുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട നമുക്കറിയാം, 1 വ്യക്തി ശുചിത്വമാണ്, 2 പരിസര ശുചിത്വമാണ്, 3 കൊതുക് നിവാരണമാണ്, 4 എലി നശീകരണമാണ്, 5 ഖരമാലിന്യ സംസ്കരണമാണ്. രോഗം പകരുന്ന പ്രധാന മാർഗങ്ങൾ: രോഗിയിൽ നിന്ന് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും, മലമൂത്ര വിസർജ്യങ്ങൾ വഴിയും, രോഗി ഉപയോഗിച്ച ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ വഴിയും രോഗം പകരുന്നു. രോഗികൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും ആൾക്കൂട്ടത്തിൽ ചെല്ലുന്നതും ഒഴിവാക്കുക. അനാവശ്യ ആശുപത്രി രോഗി സന്ദർശനങ്ങൾ ഒഴിവാക്കുക. രോഗം പകരാനുള്ള പ്രധാന മാർഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വായുജന്യ രോഗങ്ങളാണെങ്കിൽ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴാവാം. എൻഡറിക് ഫീവറൊക്കെ പോലുള്ളതാണ് മലമൂത്ര വിസർജ്യങ്ങൾ വഴിയാവാം, അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഉപകരണങ്ങളാവാം, വസ്ത്രങ്ങൾ വഴിയാവാം പകരാം. അതുപോലെ തന്നെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഏത് പനിയായിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതും ആൾക്കൂട്ടത്തിൽ ചെല്ലുന്നതും ഒഴിവാക്കുക. അതേപോലെ തന്നെ രോഗിയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രികളിൽ പോകുന്നതും പതിവുകളും ഒഴിവാക്കുക. ഇതൊക്കെ പറഞ്ഞാൽ ആരോ പറയുന്നുണ്ട്, ആശുപത്രിയിൽ പോകുന്ന മുമ്പ് കാലത്തൊക്കെ ആശുപത്രിയിൽ പോകുന്നത് ഏകദേശം പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടൂല എന്നുള്ള ഒരവസ്ഥയിലാണ് മുമ്പ് കാലത്തൊക്കെ ആശുപത്രിയിൽ കൊണ്ടിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ അവസാനമായി രോഗിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോലെയാണ് ആശുപത്രിയിൽ പോകുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആശുപത്രികളിൽ പറഞ്ഞാൽ നല്ല ചികിത്സ ലഭിക്കുകയും രോഗി പൂർണ്ണ ആരോഗ്യമായി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശുപത്രി സന്ദർശനം ഒഴിവാക്കേണ്ടതാണ്. പിന്നെന്താണ് ഹോമിയോപ്പതിയും ഈ സാംക്രമിക രോഗങ്ങളും തമ്മിലുള്ള, എങ്ങനെയാണ് ഹോമിയോപ്പതി ഇതിനെ കാണുന്നതെന്നില്ലാണ്. തുടക്കത്തിൽ തന്നെയുള്ള രോഗനിർണയവും കൃത്യമായ ചികിത്സയും സാംക്രമിക രോഗങ്ങൾ തടയാൻ അത്യാവശ്യമാണ്. ആദ്യം തന്നെ രോഗം നിർണ്ണയിക്കുക, അതുപോലെ തന്നെ കൃത്യമായ ചികിത്സ അത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരുവിധം സാംക്രമിക രോഗങ്ങളെല്ലാം തന്നെ ലൈഫ് ത്രെറ്റനിങ് ആണ്, അതായത് മരണം കാരണമായേക്കാവുന്ന രോഗങ്ങളാണ് ഒട്ടുമിക്ക സാംക്രമിക രോഗങ്ങളും.
അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഏതാണ് രോഗമെന്ന് നിർണ്ണയിക്കുകയും അതിന്റെ കൃത്യമായ ചികിത്സ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവിധ മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സയും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്. രോഗലക്ഷണങ്ങൾ, രോഗകാരണം, രോഗിയുടെ പ്രത്യേകതകൾ എന്നിവ വിശകലനം ചെയ്തും ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ നടത്തിയുമാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നത്. പാർശ്വഫലങ്ങൾ ഇല്ല എന്നതും ചികിത്സയുടെ ഫലമായി രോഗിയുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു എന്നതും ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു സാംക്രമിക രോഗങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ രോഗം നിർണ്ണയിക്കണം, കൃത്യമായ ചികിത്സ നൽകണം. അതുപോലെ തന്നെ എല്ലാ മഴക്കാല രോഗങ്ങൾക്കും എല്ലാ സാംക്രമിക രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സയും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്. രോഗലക്ഷണങ്ങൾ, രോഗകാരണം, രോഗിയുടെ പ്രത്യേകതകൾ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അതിന് മരുന്ന്. അതായത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതല്ല, പകരം രോഗലക്ഷണങ്ങൾ, അതിന്റെ കാരണങ്ങൾ, രോഗിയുടെ പ്രത്യേകതകൾ ഇവ വിശകലനം ചെയ്തിട്ടും അതുപോലെ ആവശ്യമെങ്കിൽ ലബോറട്ടറി പരിശോധനകൾ നടത്തിയുമാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നത്. ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് പറയുന്നത് പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതായത് മറ്റു മരുന്നുകൾ പോലെ ഗുരുതരമായ മറ്റൊരു രോഗം ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നില്ല. അതേപോലെ തന്നെ രോഗി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ പ്രതിരോധശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ രോഗത്തെ തടയാൻ രോഗിയുടെ ശരീരത്തെ തന്നെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഹോമിയോപ്പതി ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻകരുതലുകൾ കൂടാ ഈ മഴക്കാല രോഗങ്ങൾ തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൂടാ റെയിൻകോട്ട്, ഷൂ എന്നിവ നിർബന്ധമാക്കുക. പ്രത്യേകിച്ച് ഈ ഷൂ നമ്മൾ ഈ എലിപ്പനിയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നിർബന്ധമായും ഈ പണിക്ക് പോകുന്നവർ ഷൂ ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കാലിൽ മുറിവുണ്ടെങ്കിൽ അത് നമ്മൾ ഉണങ്ങേണ്ടതാണ്. ഉണങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയോ കൃത്യമായി കവർ ചെയ്യുകയോ വേണം. ചൂടുവെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം ഉപയോഗിക്കുക. ചൂടുവെള്ളം രോഗാണുക്കളെ ചെറുക്കുകയും ജലദോഷം കുറക്കുകയും ചെയ്യും. അതേസമയം നിങ്ങൾ കിണറിലെ വെള്ളം ശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ചൂടുവെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. കിണറിലെ വെള്ളം അത്രയും ശുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ശരീരം, വസ്ത്രം, ഭക്ഷണം, വീട്, പരിസരം എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. അതായത് നമ്മുടെ വീടും പരിസരവും അതുപോലെ നമ്മൾ തന്നെയും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക. വിറ്റാമിൻ സി എന്ന് പറയുന്നത് രോഗപ്രതിരോധശേഷി കൂട്ടുന്ന ആന്റിബോഡി ഉദ്ദീപിക്കുന്നതാണ്. അതുകൊണ്ട് വിറ്റാമിൻ സി അടങ്ങിയത് പ്രത്യേകിച്ച് നെല്ലിക്ക അതുപോലെ സിട്രസ് ഫ്രൂട്ടുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് പറഞ്ഞാൽ പൊതുവെ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആരും ഓർമ്മിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കും. പക്ഷെ മഴക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഒന്നാമത് നമുക്ക് ദാഹം ഉണ്ടാകുന്നത് കുറവാണ്. അതേസമയം തന്നെ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. പിന്നെ പോഷകാഹാരങ്ങൾ തന്നെ കഴിക്കണം. കാരണം മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രശ്നമാണ് ഈ പോഷകാഹാര ദൗർലഭ്യം എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്തൊക്കെ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് പറയാ പണ്ടുള്ളവർ. അതായത് ഭക്ഷണം കിട്ടാൻ, ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ന് നോക്കിയാൽ നമ്മൾ ഭക്ഷണം സംഭരിച്ചു വെക്കുന്നുണ്ട്, നമുക്ക് കടകളിൽ ചെന്ന് വാങ്ങാവുന്നതാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ അരിഞ്ഞു കഴിക്കുമ്പോൾ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആഹാരം കിട്ടാൻ വളരെ സാധ്യത കുറവുള്ള മാസങ്ങളാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. രോഗിയുമായി മുൻകരുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു. രോഗിയുമായി നേരിട്ടുള്ള ബന്ധം ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നത് നശിപ്പിക്കുക. അതിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം കുറച്ച് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഇടമാണെങ്കിൽ അവിടെ മീൻ വളർത്തിയാൽ, പ്രത്യേകിച്ച് തടാകങ്ങളൊക്കെയാണ് കുളങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ മീൻ വളർത്തിയാൽ അവ ആ മുട്ടകൾ തിന്നുകൊള്ളും. ദൂര യാത്രകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം യാത്രകൾ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ രോഗമുള്ള ആളുകളുമായി ഇടപഴകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി ദൂരയാത്രകൾ ഒഴിവാക്കുക. ദൂരയാത്രകൾ പറഞ്ഞാൽ അവിടെയുള്ള ഒരു രോഗം നമ്മുടെ നാട്ടിലേക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു രോഗത്തെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്കും വീട്ടിലേക്കും കൊണ്ടുവരുന്നത്. പഴയതും തുറന്നു വെച്ചതുമായ ഭക്ഷണം കഴിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തുറന്നു വെച്ച പ്രത്യേകിച്ച് ഈച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോളറ, ടൈഫോയിഡ് തുടങ്ങിയ ഈ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തോട്ടിലും അഴുക്കുവെള്ളത്തിലും കുളിക്കുന്നതും കാൽ കഴുകുന്നതും ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും കുട്ടികൾക്കൊക്കെ കാണുന്നതാണ്, എവിടെ കുറച്ച് വെള്ളമുണ്ടോ അവിടെയൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് പോകാന്നുള്ളത്. ഇത് പലപ്പോഴും
എലിപ്പിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാലിൽ പറഞ്ഞാൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴിനകം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെരുപ്പിടാതെ നടക്കരുത്. പ്രമേഹ രോഗികൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ രോഗികളാണ്. ഈ സാംക്രമിക രോഗങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും അവരെ ബാധിക്കുകയും അവരുടെ പ്രതിരോധശേഷി പൊതുവെ തകരാറിലായതുകൊണ്ട് അവർക്ക് കൂടുതൽ രോഗം വരാനും സാധ്യതയുണ്ട്. ഇനി ജീനസ് എപ്പിഡമിക്സ് എന്താണെന്ന് പറയാം. ഇത് പകർച്ചവ്യാധികൾ തടയുന്നതിനായി ഹോമിയോപ്പതികൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ജീനസ് എപ്പിഡമിക്കസ് രീതിയിലാണ്. ഹോമിയോപ്പതി ഉപയോഗിച്ചുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ ഏകോപിപ്പിക്കുന്നത് കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിലുള്ള റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെല്ലാണ്. അതായത് ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. രോഗബാധിത മേഖലകൾ സന്ദർശിച്ച് രോഗലക്ഷണങ്ങൾ പഠിച്ചും പരിശോധനാ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്തുമാണ് കൃത്യമായ രോഗലക്ഷണ സമാനമായ ഹോമിയോപ്പതി പ്രതിരോധ മരുന്ന് കണ്ടെത്തി നമ്മൾ ആ മേഖലയിൽ വ്യാപകമായി വിതരണം ചെയ്യാം. അതേസമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലൊക്കെ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എടുത്തുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകളൊക്കെ നമുക്ക് ഡോക്ടർ നമുക്ക് നേരിട്ട് നൽകാവുന്ന. അതേസമയം ഒരു വ്യാപകമായി നമ്മൾ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വന്നിരിക്കുന്ന രോഗികളെ പഠിച്ച് രോഗലക്ഷണങ്ങൾ പഠിച്ച് അതിന്റെ പരിശോധനയോട് വിശകലനം ചെയ്ത് ഒരു ജീനസ് എപ്പിഡമിക്സ് കണ്ടെത്തിയാണ് പ്രതിരോധ മരുന്ന് നൽകേണ്ടത്. സർക്കാർ ഹോമിയോ ആശുപത്രികൾ വഴിയും ക്യാമ്പുകൾ വഴിയും സ്വകാര്യ ക്ലിനിക്കുകളുമായി സംയോജിച്ചും ഹോമിയോപ്പതി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി ഈ മേഖലയിൽ ഹോമിയോപ്പതിയുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ സാമുവൽ ഹാൻമാനെ കുറിച്ച് പറയാതെ നമ്മൾ ഒരു ക്ലാസ്സും നമുക്ക് പൂർണ്ണമാവുകയില്ല. 1755 ഏപ്രിൽ 10 ജർമ്മനിയിലാണ് ഒരു വളരെ സാധാരണ ഒരു കുടുംബത്തിൽ പോർസലൈൻ പാത്രങ്ങളിൽ പെയിന്റിങ് ചെയ്യുന്ന ഒരു വളരെ സാധാരണ കുടുംബത്തിലാണ് ഡോക്ടർ സാമുവൽ ഹാൻമാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യസ്നേഹികൾക്കും ഒരു ആവേശം നൽകുന്നവയാണ്. അക്കാലത്തെ ചികിത്സയുടെ ദോഷഫലങ്ങൾ മൂലം ഞാൻ പഠിച്ച ചികിത്സ ഉപയോഗിച്ച ഡോക്ടർ സാമുവൽ ഹാൻമാൻ പാർശ്വഫലരഹിതമായ ഹോമിയോപ്പതിക്ക് ജന്മം നൽകുകയുണ്ടായി. ചുരുങ്ങിയ ചെലവിൽ പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ എല്ലാവരിലും എത്തിക്കുക എന്ന ഡോക്ടർ സാമുവൽ ഹാനുമാന്റെ വിശാലമായ കാഴ്ചപ്പാടും മനുഷ്യ സ്നേഹവും ചികിത്സ കമ്പോളവൽക്കരണത്തിനും ചൂഷണോപാധിയുമാവുന്ന ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ് എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അമിതമായി ചികിത്സിക്കപ്പെട്ട് പുതിയ രോഗങ്ങൾക്ക് അടിമയാകുന്നവരുടെ ഒരു ചെറിയ സമൂഹവും, അതായത് ഒരു ചെറിയ സമൂഹം എന്ന് പറഞ്ഞാൽ അമിതമായ ചികിത്സ നേടുന്നുണ്ട്. അതേസമയം എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സയും ലഭിക്കാതെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടവരുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ചികിത്സ ഓവറായിട്ട് രോഗങ്ങൾ വരുന്നവരുണ്ട്. ഒരു ചികിത്സയും ലഭിക്കാതെ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുമ്പോഴും പോഷകാഹാരക്കുറവും പനിമരണങ്ങളും പകർച്ചവ്യാധികളും ഏറി വരുന്ന ഒരു സവിശേഷ സാഹചര്യം കാണാവുന്നതാണ്. അതായത് വികസിത രാജ്യങ്ങളിലെ രോഗങ്ങളും ഏറ്റവും അവികസിതമായ രാജ്യങ്ങളിലെ രോഗങ്ങളും നമുക്ക് ചുറ്റും കാണാനുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. സമ്പന്നരുടെ രോഗവും പാവപ്പെട്ടവരുടെ രോഗവും നമുക്ക് ചുറ്റും ഏറി വരികയാണ്. ഹോമിയോപ്പതി ഔഷധങ്ങൾ എന്ന് പറയുന്നത് മാതൃസത്തുകൾ, അതായത് ടിഞ്ചറുകൾ നമ്മൾ പറയും, താഴ്ന്ന പൊട്ടൻസികൾ, ഉയർന്ന പൊട്ടൻസികൾ, ബയോകെമിക്കുകൾ, പുറമേ ഉള്ള ലേപനങ്ങൾ, എണ്ണകൾ, ഓയിൻമെന്റുകൾ, അതുപോലെ മറ്റു തുള്ളിമരുന്നുകൾ എന്നിവയാണ് ഹോമിയോപ്പതിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഹോമിയോപ്പതി മരുന്നുകളുടെ ഔഷധ ഗുണം കണ്ടെത്തുന്നത് ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൽ നൽകിയും മൃഗങ്ങൾക്ക് നൽകിയും വിഷബാധയുടെ ലക്ഷണങ്ങൾ പരിശോധിച്ചും രോഗീ ലക്ഷണങ്ങൾ അപഗ്രഹിച്ചുമാണ്. അതായത് ഒന്നൊക്കെ ആരോഗ്യമുള്ള മനുഷ്യരിൽ നൽകിയിട്ടാവാം, ചിലപ്പോൾ മൃഗങ്ങൾക്ക് നൽകിയിട്ടും നമുക്ക് പഠിക്കാവുന്നതാണ്. ചിലപ്പോൾ അതേപോലെ തന്നെ വിഷബാധയുടെ ലക്ഷണങ്ങൾ, ചിലപ്പോൾ പാമ്പ് കടിയേറ്റവരുടെ ലക്ഷണങ്ങൾ എടുത്ത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിന്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ പല രാസവസ്തുക്കളുടെയും വിഷബാധയുടെ ലക്ഷണങ്ങൾ അപഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്നിന്റെ ലക്ഷണങ്ങൾ നമുക്ക് സമാനതകൾ കാണാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ചില രോഗികൾക്ക് ചില രോഗമായി വരുന്നു, ഒരു കൂട്ടം രോഗങ്ങളുമായി വരുന്നു, നമ്മളൊരു മരുന്ന് നൽകുന്നു, ആ ഒരു കൂട്ടം പൂർണ്ണമായിട്ടും മാറുമ്പോൾ നമുക്ക് ഈ ഇത്രയും ലക്ഷണങ്ങൾക്ക് കൂടി നമുക്ക് ഈ മരുന്ന് നൽകാവുന്നതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതങ്ങനെ ഒരു ക്ലിനിക്കൽ ആയിട്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ അപഗ്രഹിച്ചുമാണ് നമ്മൾ ഈ മരുന്നുകളുടെ ഔഷധ ഗുണത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത്. ശുദ്ധമായ വെള്ളം, കരിമ്പിൻ പഞ്ചസാര,
പാൽ, പഞ്ചസാര എന്നിവ ചേർത്താണ് സാധാരണ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നത്. ഒന്നുകിൽ നമ്മൾ ശുദ്ധമായ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചേർത്ത് നൽകാം, അല്ലെങ്കിൽ കരിമ്പീൻ പഞ്ചസാര, നമ്മൾ സാധാരണ പഞ്ചസാര ആവാം, അല്ലെങ്കിൽ പാൽ പഞ്ചസാര, ലാക്ടോസ് എന്നിവയിൽ ചേർത്താണ് സാധാരണ ഹോമിയോപ്പതി മരുന്നുകൾ നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ ലാബ്, എക്സ്റേ, മറ്റു പരിശോധനകൾ, പലപ്പോഴും പറഞ്ഞു ഇതെന്തിനാണ്, നമുക്ക് ആവശ്യമുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തിനാണ് മറ്റു വിഭാഗങ്ങൾക്ക് ഇത്ര ലാബ് പരിശോധനകൾ എന്തിനാണ്, എക്സ്റേ പരിശോധനകൾ എന്തിനാണ് ചോദിക്കാറുണ്ട്. അതേസമയം ഈ പരിശോധനകൾ രോഗത്തിന്റെ സ്വഭാവം അറിയുന്നതിനാവാം, രോഗനിർണയത്തിന്, രോഗ പുരോഗതി അറിയുന്നതിന്, ഔഷധത്തിന്റെ ശരിയായ തെരഞ്ഞെടുപ്പിനൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോമിയോ ഡോക്ടർമാർ ഇത്തരം പരിശോധനകൾക്ക് എഴുതി കഴിഞ്ഞാൽ യാതൊരു അമാന്തവും കാണിക്കാതെ ഇത്തരം പരിശോധനകൾ നടത്തിയിട്ട് ഡോക്ടറെ ചെന്ന് കാണുകയും അതിനനുസരിച്ച് കൃത്യമായി നിങ്ങളുടെ രോഗങ്ങൾ കൂടുതൽ ഡോക്ടർക്ക് മനസ്സിലാക്കാനും മരുന്നുകൾ നിർദ്ദേശിക്കാനും പറ്റും എന്നുകൂടി പറയുന്നു. പിന്നെ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ പ്രതിരോധശേഷി കൂട്ടുന്നു, ചെലവ് കുറവാണ്, വളരെ ഫലപ്രദമാണ്, ലളിതമാണ്, പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. വളരെ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ വളരെ കൂടിയ ടിഞ്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് വളരെ വളരെ കുറവാണ്. അതേസമയം പൊട്ടൻഷ്യകൾ, ബയോകെമിക്കലുകൾക്ക് പാർശ്വഫലങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. പ്രതിരോധശേഷി കൂട്ടുന്നു, ചെലവ് കുറവാണ്, വളരെ ഫലപ്രദമാണ്, ലളിതമാണ്, പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. മരുന്ന് കഴിക്കാൻ എളുപ്പമാണ്. അതായത് മറ്റ് കയ്പുള്ളതോ അല്ലെങ്കിൽ വളരെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ഹോമിയോപ്പതിയിലേക്ക് വരുന്നത് ഈ മരുന്ന് കഴിക്കാനുള്ള എളുപ്പം ആലോചിച്ചാണ്. അതുപോലെ പ്രായമായവർക്കും മരുന്നുകൾ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. രോഗിയുടെ ശാരീരിക മാനസിക നിലകൾ അപഗ്രഥിക്കുന്നുണ്ട്. അതായത് പറഞ്ഞാൽ ഒരു രോഗിയെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു രോഗം എന്ന അർത്ഥത്തിലല്ല, ഒരു രോഗിയുടെ ശാരീരികവും മാനസികമായ നിലകൾ അപഗ്രഥിക്കുന്ന പറയുമ്പോൾ നമ്മൾ രോഗിയുടെ ശാരീരിക മാനസികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ രോഗിക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു ആശ്വാസം വളരെ വലുതാണ്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നത് പലപ്പോഴും ഹോമിയോ ഡോക്ടർമാരുടെ അടുത്തേക്കാണ്. മുമ്പ് കാലത്ത്, ഇപ്പം മാറിക്കഴിഞ്ഞു. ഇപ്പം എല്ലാ ഡോക്ടർമാരും രോഗികളോട് ഒരു വളരെ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. മുമ്പ് കാലത്ത് ഇത് ഹോമിയോപ്പതിയുടെ മാത്രം കുത്തകയായിരുന്നു. ഇന്ന് കുറെ കൂടി മാറി വരുന്നുണ്ട്. ഇത് ഹോമിയോപ്പതി ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മറ്റു ഡോക്ടർമാരും ഈ രീതിയിലേക്ക് പോകുന്നുണ്ട്. കുടുംബ ഡോക്ടർ സംവിധാനത്തിന് സഹായം, അതായത് നിങ്ങളുടെ കുടുംബത്തിന് ആർക്ക് എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം ഓടിയെത്താവുന്നത് ഹോമിയോപ്പതി ഡോക്ടറെ അടുത്താണ്. അതായത് ഒന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ മരുന്നുകൾ മതിയാവും. പിന്നെ കൃത്യമായ ഒരു രോഗലക്ഷണങ്ങൾ അപഗ്രഹിച്ചുകൊണ്ട് ഇത് ഒരു ഒരു ഗുരുതരമായ രോഗത്തിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വലിയൊരു പരിശോധന ആവശ്യമാണോ എന്നൊക്കെ നോക്കാൻ കഴിയും. എല്ലാ രോഗികളെയും നമുക്ക് ഒരുപോലെ കാണാനും ഒരു കുടുംബ ഡോക്ടർ സംവിധാനം, അതായത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കുന്നത് ഹോമിയോപ്പതിയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന രോഗങ്ങളെ പോലും തടയുന്നു. ഇങ്ങനെ പറയുമ്പോഴൊരു ഒരു അതിശയോക്തി തോന്നും, എങ്കിൽ പോലും അങ്ങനെയല്ല. അതായത് പറഞ്ഞാല് ഒന്ന് രോഗിയുടെ പ്രതിരോധശേഷി കൂട്ടുന്നു, രോഗിയുടെ മറ്റു രോഗങ്ങളെ തടയാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന പല രോഗങ്ങളെയും തടയാൻ കഴിയും. അതുപോലെ തന്നെ ഒരു രോഗിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന രോഗങ്ങളെ തടയാൻ കഴിയുന്നു. അതേപോലെ തന്നെ പുതിയ ലക്ഷണ സമൂഹങ്ങളുമായി വൈറസുകൾ മ്യൂട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ പലപ്പോഴും നമ്മുടെ വെറ്ററിനറി മെഡിക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്താനോ വളരെ പെട്ടെന്ന് തന്നെ രോഗത്തിനെ തടയാനും കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ പൂർണ്ണമായ രോഗശമനം ലഭിക്കുന്നു. പൂർണ്ണമായ രോഗശമനം എന്ന് പറഞ്ഞു വെച്ചാൽ പലപ്പോഴും ഒരു രോഗത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റ്ലിഗയുടെ പല കേസുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ തന്നെ പൂർണ്ണമായ രോഗശമനം പലപ്പോഴും പറഞ്ഞാൽ വൈറ്റ്ലിഗൊക്കെ പറഞ്ഞാൽ ഒരു പൂർണ്ണമായ രോഗശമനം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. പല രോഗങ്ങൾക്കും അതെയാണ്. മറ്റു ചികിത്സകൾ, അതായത് ഹോമിയോപ്പതി ചികിത്സയിൽ പൂർണ്ണമായ രോഗശമനം എന്നുള്ളത് അതിൻ്റെ ഒരു ആപ്തവാക്യമാണ്. നമ്മൾ കൃത്യമായ മരുന്നുകൾ നൽകുന്നുണ്ടെങ്കിൽ ആ രോഗത്തെ വേരോടെ പിഴുതെറിയാൻ ഹോമിയോപ്പതിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഗർഭിണികൾ, കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ എല്ലാവർക്കും പൂർണ്ണമായും സുരക്ഷിതമായി ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാം. അപ്പോൾ പലപ്പോഴും രോഗികൾ വന്ന് ചോദിക്കാറുണ്ട്, ഗർഭിണികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് ഇപ്പോൾ പോലും സംശയമാണ്. അതേസമയം ഏറ്റവും ഇവർക്കൊക്കെ, കുട്ടികൾക്കായാലും ഗർഭിണികൾക്കായാലും പ്രായമാർക്കായാലും മറ്റു ഗുരുതരമായ രോഗങ്ങൾക്കുള്ളവർക്കെല്ലാം ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ഹോമിയോപ്പതിയാണ്. അതേപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള അണുബാധകൾക്കും എല്ലാ രോഗങ്ങൾക്കും വിവിധ ഘട്ടങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ്. ഏത് ഘട്ടമായാലും
അതിനൊക്കെ ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ്. ഇനി അഥവാ ചികിത്സ ലഭ്യമല്ല, അല്ലെങ്കിൽ ഇതിനൊരു ഹയർ ചികിത്സ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളെ റെഫർ ചെയ്യുന്നതാണ്. എപ്പോഴും ആദ്യമായി നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുക, കൃത്യമായ ചികിത്സ എടുക്കുക, ഡോക്ടർ പറയുന്ന പോലെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടർ പറയും അഥവാ ഇത് ഹോമിയോപ്പതിയുടെ ഇതിന് പുറത്താണ്, സാധ്യതകൾക്ക് പുറത്താണെങ്കിൽ ഡോക്ടർ നിങ്ങളെ ഒരു ഹയർ റെഫറൻസ് ചെയ്യുന്നതാണ്. ഇത്രയാണ് നമ്മൾ മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഓടിച്ചിട്ട് പറയാനുള്ളത്. മൺസൂരോഗങ്ങൾ സാധാരണയായി ജലത്തിലൂടെ പകരുന്ന രോഗായികളോ കൊതുകുകൾ പോലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പെറ്റുപെരുകുന്ന രോഗവാഹകരുമാണ്. മഴക്കാലത്തെ കനത്ത മഴയും വെള്ളപ്പൊക്കവും മോശം ശുചീകരണവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. മൺസൂരോഗങ്ങൾ ജലത്തിലൂടെ പകരുന്നുണ്ട്, വായുവിലൂടെ പകരുന്നുണ്ട്, കൊതുകുകൾ പോലുള്ള കൊതുകുകളുണ്ട്, എലികളുണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ രോഗങ്ങൾ മഴക്കാലത്ത് വരുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാവാം, അല്ലെങ്കിൽ ആർദ്രതയാവാം, മഴക്കാലത്ത് ഉണ്ടാകുന്ന ആർദ്രതയാവാം, അല്ലെങ്കിൽ മഴക്കാലത്തെ കനത്ത മഴയും വെള്ളപ്പൊക്കവും മോശം ശുചീകരണവും ഇതൊക്കെ ആവാം. കാരണം കുടിവെള്ളം മുഴുവൻ നശിച്ചു പോകുന്ന കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ വെള്ളം പൊങ്ങി, അല്ലെങ്കിൽ അടുത്തുള്ള സെപ്റ്റി ടാങ്കിലെ വെള്ളം ചിലപ്പോൾ അതിലേക്ക് എത്താം. ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ മഴക്കാലത്ത് വരുന്നുണ്ട്. ശരിയായ ശുചിത്വം, വെക്ടർ നിയന്ത്രണ നടപടി, വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ കൊതുകുകളാവാം, ഈച്ചകളാവാം തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്ന നടപടികൾ, എലി നശീകരണം, ശുദ്ധജല ലഭ്യത എന്നിവയും മഴക്കാലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. മഴക്കാല രോഗങ്ങൾ, മൺസൂൺ രോഗങ്ങൾ പിടിപെട്ടാൽ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കാണുകയും കൃത്യമായ മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ മഴക്കാല രോഗം എന്നുള്ള ക്ലാസ് തീർത്തിരിക്കുകയാണ്. നന്ദി ഡോക്ടറെ. 2 ദിവസം കൊണ്ട് മഴക്കാല രോഗങ്ങളെ, പ്രത്യേകിച്ചും വായുവിൽ കൂടിയും ജലജന്യമായ രോഗങ്ങൾ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ജന്തുക്കളിൽ കൂടെ പകരുന്ന രോഗങ്ങൾ എല്ലാം നല്ല വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു. ഇനി നമുക്ക് കുറച്ച് സമയമാണുള്ളത്. ആർക്കെങ്കിലും ഡോക്ടറോട് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഈ സ്ക്രബ് ഫീവറിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ, അതിന്റെ മറ്റൊരു പേര് പറഞ്ഞത് എന്തായിരുന്നു? ബുഷ് ടൈഫസ്. ബുഷ് ടൈഫസ്. ബുഷ് ടൈഫസ്. അവിടെ ഇച്ചിരി ഓടിച്ചു പോയി. ബുഷ് ടൈഫസ് ആണ് പറഞ്ഞത്. ബുഷ് ടൈഫസ്. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംസാരിക്കാം. ധനേഷ് ഡോക്ടറെ. തീർച്ചയായും ഇന്നും വളരെ ഗംഭീരമായിട്ടാണ് ഡോക്ടർ ഈ വേദിക്ക് ഈ പ്രസന്റേഷൻ ചെയ്തത്. ഇന്നലത്തെ 2ാം ഭാഗമാണെങ്കിൽ പോലും അത് ഒരു പുത്തൻ അണിയറയിൽ ഒരുക്കിയ കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഡോക്ടർ എത്തിയത്. ശരിക്കും പൊതുജനങ്ങളിൽ ഹോമിയോപ്പതിയെ കുറിച്ചുള്ള ഒരു ധാരണ വളർത്താൻ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ വളരെ വളരെ ഫലപ്രദമാണ്. ഇത് എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാവരും ഇത് എടുക്കുകയും ഇത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എല്ലാവരിലും എത്തിക്കാൻ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ ആവശ്യമാണ്. നമ്മൾ ചുറ്റും ഇരുന്നുകൊണ്ട് നമുക്കിതൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ നല്ലത് നമ്മളും ഇതൊക്കെ പഠിച്ചവരാണെന്നും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ലളിതമായ ഭാഷയിലാണ് പൊതുവാൾ ഡോക്ടറുടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും എന്തുകൊണ്ടും ഒരു 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന ഒരു സെഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾ പൊതുവാൾ ഡോക്ടറെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ അല്ല. കാരണം ഇത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരേണ്ടത്. അതുപോലുള്ളൊരു വിഷയമായതിനാൽ നമ്മൾ ഡയറക്റ്റ് ഹോമിയോപ്പതി ചികിത്സയുടെ രീതികളല്ല വിശദീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങളിൽ എത്തിക്കേണ്ട ദൗത്യമാണ് ഈ വേദിയിലുള്ള എല്ലാവരും, ഈ വേദിയിൽ ഇപ്പം ഉള്ളവരെല്ലാവരും ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ഹോമിയോ IMBHന്റെ ഈ പ്രവർത്തന രീതി കുറെ കൂടി ഫലപ്രദമായിട്ട് മാറും.
ഇപ്പൊ ഈ വേദിയിൽ 61 പേരുണ്ട്. ഈ 61 പേരും ഇത് ഒരു മിനിമം 2-3 ഗ്രൂപ്പിലെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 1000-ലധികം ആൾക്കാരിലോട്ട് എത്തും. ഇന്നലത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പൊതുവാൾ ഡോക്ടർ ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും നമുക്കത് സമ്മാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് പൊതുജനങ്ങളിൽ ഇങ്ങനെ ഈ നമ്മുടെ സെഷനിലൂടെ എത്തിക്കാനും പറ്റും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. നന്ദി ധനേഷ് ഡോക്ടറെ. ഇനി ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത്, കുറച്ച് സമയമാണുള്ള 5 മിനിറ്റേ നമുക്കുള്ളൂ. ഹരിഹരൻ ഡോക്ടറെ. സുരേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഡോക്ടറെ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാവോ ധനേഷ് ഡോക്ടറെ? ഇപ്പൊ അങ്ങനെ ആക്കാം. ഒരു മിനിറ്റ്. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. സുരേഷ് ഡോക്ടർ സംസാരിക്കാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള. അതിനകത്ത് എനിക്ക് വളരെ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഭവമായിട്ട് തോന്നിയത്, നമ്മൾ ഹോമിയോപ്പതിയുടെ ഒരു ഫ്യൂച്ചർ ഇതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് പറയുന്നത്, ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള രോഗങ്ങളെ പോലും നമുക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് തിങ്, ഡോക്ടർ ഒന്ന് കുറച്ചുകൂടെ അങ്ങയുടെ കുറച്ചുകൂടെ അഭിപ്രായങ്ങൾ കിട്ടാനുള്ള ഈ വാക്സിനേഷൻ ഉണ്ടല്ലോ, വാക്സിനേഷൻ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കുന്ന ഒരു സംഭവം, നോർമൽ പാറ്റേൺ വാക്സിൻസ്. അപ്പോൾ അതുപോലും നമുക്ക് നമ്മുടെ ഹോമിയോപ്പതിയിലൂടെ ഒന്നെങ്കിൽ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം പോലെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ അങ്ങനെ ഒന്ന് സംഭവം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ രോഗങ്ങളെ തടയാൻ പറ്റും. അതായത് സ്കിൻ ലീഷൻസും അല്ലെങ്കിൽ അതുപോലത്തെ നമ്മുടെ സോറാസിബിലി സൈക്കോസിൻ്റെ ബേസ് വെച്ച് തന്നെ ഒത്തിരി കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. താങ്കളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്ത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിനകത്ത് അങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനിലൊക്കെ അവർ ഈ വാക്സിൻ്റെ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ടല്ലോ, ഇത്ര വയസ്സിൽ ബൂസ്റ്റർ ഡോസ് അതായത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടേതായ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് കുട്ടികൾ കുറച്ചുകൂടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് ഈ ഇതുപോലുള്ള ഇൻഫെക്റ്റീവ് ഡിസീസസ് ഒക്കെ വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങയുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. താങ്ക് യു. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു. കഴിഞ്ഞ ദിവസം ഹരിഹരൻ ഡോക്ടർ ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് ഓരോ സമയത്ത് കൊടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ഹരിഹരൻ ഡോക്ടർ ഉണ്ട് ഇവിടെ. ഞാൻ ഡോക്ടറെ ഒരു സമയത്ത് കുട്ടികളിനെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഗുരു ഡോക്ടർ എസ് ചന്ദ്രശേഖരൻ ട്രിവാൻഡ്രം, അദ്ദേഹം എനിക്ക് ഒരിക്കലും ഇങ്ങനെ എൻ്റെ ഗുരു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനിങ്ങനെ ചോദിച്ചത്, നമുക്ക് അങ്ങനെ പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഐഡിയ ഒക്കെ എനിക്ക് തന്നു. പക്ഷേ ഞാനത് കുട്ടികളെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ വാക്സിൻ്റെ പേരിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്ന കാരണം ചിലപ്പോൾ എൻ്റെ പേര് കേസ് വല്ലതും ആവുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ തോന്നി. പക്ഷെ നമുക്ക് IFEH പോലുള്ള സംഘടനകളൊക്കെ നമ്മുടെ പിന്നിലുള്ളപ്പോൾ നമുക്ക് ശരിക്കും ഡോക്ടേഴ്സിൻ്റെ ഒരു ശൃംഖലയല്ലേ ഇതിനകത്തുള്ളത്. നമുക്ക് ആധികാരികമായിട്ട് അതിനകത്തൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി കുട്ടികളിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെ പ്രഗ്നൻ്റ് ലേഡീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ അങ്ങനെ ഒരിക്കൽ കൊടുത്തിരുന്നു. അങ്ങനെ ഡിസ്കഷൻ വരുവാണെങ്കിൽ ഞാനതിനകത്ത് കൂടാം, തീർച്ചയായിട്ടും കൂടാം. എന്തൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നന്നായിരിക്കും. പൊതുവാൾ ഡോക്ടർക്ക് ഒരു അടുത്ത ഒരു പഠനത്തിന് വേണ്ടി ഒരു രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഡോക്ടറെ പോലുള്ള ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നന്ദി സുരേഷ് ഡോക്ടറെ. ഡോക്ടർക്ക് ഒരു നന്ദി കൂടെ പറയണേ. സമയമായോ ഡോക്ടർ? പറയാറായോ? നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ ഇനി. പറയട്ടെ ഞാൻ എന്നാല്. ഡോക്ടർ, ഈ ക്ലാസ് ഈ മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ളതാണെങ്കിലും അത് ഒരുപാട് വൈഡായിട്ടുള്ളൊരു നല്ല ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഇന്നലെ അങ്ങയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ള ഹോമിയോ പ്രേമികൾ
അവർക്കാണ് കൂടുതലൊരു യൂസ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിവേ എന്തായാലും അങ്ങയുടെ ഞാൻ ഇന്നൊരു സബ്ജക്റ്റ് കൂടെ അങ്ങയുടെ മുമ്പിൽ ഇട്ട് തന്നിരിക്കുകയാണ്. നമുക്കത് തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ കൊണ്ടുവരണം. അത് നമുക്കൊരു പാറ്റേൺ അതിലേക്ക് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കൂടെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിന് ആധികാരികതയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഹോമിയോ മെഡിസിൻ ആയതുകൊണ്ട് എന്ത് ആക്ഷൻ എടുക്കാൻ എന്നുള്ള രീതിയിലൂടെ ഞാൻ അങ്ങനെ കൊടുക്കുന്നു. എനിവേ അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്, അതിനോട് വന്ന് ചോദിച്ചു വാങ്ങുന്നത്. എനിവേ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ അങ്ങയുടെ ഈ ക്ലാസ് എടുത്തതിൽ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. IUPHനും ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും പിന്നെ ഹോമിയോപ്പതി ലവേഴ്സിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നന്ദി സുരേഷ് ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ 1382 സൂം വെബിനാർ വളരെ ഭംഗിയായിട്ടാണ് നടത്തപ്പെട്ടത്. വളരെ നല്ല അറിവ് നൽകുന്ന ഒരു ക്ലാസ് ആണ് ഡോക്ടർ നമുക്ക് 2 ദിവസമായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ പോലും കേൾക്കാത്ത പല പല പേരിലുള്ള പനികൾ ഡോക്ടർ ഇതിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഡോക്ടർ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സൂമിൽ ഇന്ന് സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇന്ന് നമ്മളുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.